അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. എന്നാ തുടങ്ങി. ഒരു സ്റ്റേജിൽ ഇപ്പം ലൈം ലൈറ്റ് പോവുകയാണെങ്കിൽ പോകുമല്ലോ, സ്വാഭാവികം. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ലൈം ലൈറ്റിൽ നിൽക്കുക എന്ന് പറയുന്ന ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ രേണുവായിട്ട് എടുക്കുന്നുണ്ടോ? രേണുവിന്റെ പ്രവർത്തികളിലോ അല്ലെങ്കിൽ ലൈം ലൈറ്റ് നിൽക്കാൻ ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടില്ല. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. അതാണ് ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ച് പല ആളുകൾ ഇവിടെ കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോഴത്തേന് എങ്ങനെങ്കിലും ഹൈപ്പിൽ കയറണം, അല്ലെങ്കിൽ ലൈം ലൈറ്റിൽ നിൽക്കണം. പല ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിലുള്ള പല ആളുകളും അങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. എന്റെ വേല ഇറക്കരുത്. ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ഇത് ചെയ്താൽ ഞാൻ ഇങ്ങനെ തന്നെ നിലനിൽക്കണമെന്നൊരു പറയുന്നൊരു വ്യക്തിയല്ല. നമുക്കറിയാം അവന്റെയൊക്കെ കഥ. ചാന്ത് കുടഞ്ഞൊരു സൂര്യന്മാനത്ത് എന്ന റീലിലൂടെയാണ് ഞാൻ ദാസേട്ടൻ കോഴിക്കോടിന്റെ എയറിലാകുന്നത്. അതിന് ഞാൻ അഭിമാനം കൊള്ളുന്നു. എന്തായാലും ഇവിടം വരെ എത്തിപ്പെട്ടു. അപ്പൊ ഇനിയിപ്പം ഈ ഒരു ലൈം ലൈറ്റ് ഇല്ലെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ തന്നെ രേണുസുതിയായിട്ട് തന്നെ നിൽക്കുന്നു. നിനക്ക് വേറെ പണിയൊന്നുമില്ല ചേക്കാ, എത്ര കിട്ടിയിട്ട് നീ എന്താ പഠിക്കാത്ത? അല്ലാതെ എനിക്ക് എപ്പോഴും ഹൈപ്പിൽ നിൽക്കണമെന്നോ ലൈം ലൈറ്റ് നിൽക്കണമെന്നുള്ള ഒരു വ്യക്തിയല്ല, ആഗ്രഹിക്കുന്ന ഒരാളുമല്ല. തള്ളു കാരണം പോരല്ലേ ഫീസ് വരെ അടിച്ചു പോയി. ഇപ്പൊ രേണു നോക്കിക്കഴിഞ്ഞാല് ഇപ്പം രേണുവിനെ നെഗറ്റീവ് പറയുന്ന ആളുകളായാലും സുധിച്ചേട്ടനോടുള്ള സ്നേഹം കൊണ്ടാണ്, അല്ലെങ്കിൽ സുധിയുടെ ഭാര്യ ഇങ്ങനെ ആയിരിക്കണം. എന്ത് സ്നേഹമാണ് സുധിച്ചേട്ടനുള്ള ഇവർക്ക്? ഈ മരിച്ചു കഴിഞ്ഞ് പിന്നെ ഇവരെന്താന്ന് ഈ സ്നേഹം കാണിക്കുന്നേ? എന്ത് സ്നേഹമാണ് കാണിക്കുന്നേ? സുധിയുടെ ഭാര്യ അങ്ങനെ ആവണം ഇങ്ങനെ. അതല്ലേ ഞാൻ പറഞ്ഞ, ഞാൻ വീട്ടിൽ ഇരിക്കാന്നേ, അല്ലെങ്കിൽ എനിക്കൊരു സ്ഥിരം പൈസ കൊണ്ട് തരട്ടെ ഇവര്. കഷ്ടപ്പെട്ട് ഞാൻ എന്തിനാന്ന് ജോലിക്ക് പോകുന്നത്? ഞാൻ വീട്ടിൽ ഇരിക്കും, ഇവര് കൊണ്ട് പൈസ തരട്ടെ. അത്ര സ്നേഹമുള്ളവരാണെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു പരിധി വേണ്ടേ? ഇപ്പം മറ്റുള്ളവർ അവരുടെ അച്ഛനെ അമ്മേനെ ബോധിപ്പിക്കണം, കൂടി വന്ന ഭർത്താവിനെ ബോധിപ്പിക്കണം, അല്ലെങ്കിൽ മക്കളെ ബോധിപ്പിക്കണം. എനിക്കും അത് പോരെ, എന്റെ വീട്ടുകാരെ ഈ നാട്ടുകാരെയൊക്കെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട് എനിക്ക്. ശരിക്കും ആ ബോധിപ്പിക്കല് രേണു ചെയ്യുന്നത് കൊണ്ടല്ലേ ശരിക്കും ഈ വിവാദം എക്സിസ്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം റീസെന്റ് ആയിട്ടുണ്ടായിട്ടുള്ള വിവാദം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിന്റെ എറിച്ചിലടിക്കുന്നു എന്ന് പറഞ്ഞൊരു അത് ആൽബത്തിന്റെ ഷൂട്ട്, വെബ് സീരീസിന്റെ ഷൂട്ടിനന്ന് വന്നാണ് മീഡിയാസ്. പക്ഷെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു വെബ് സീരീസിന്റെ കണ്ടന്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യത്തിന് മാത്രം അപ്പം ഞാൻ പറയട്ടെ, എന്നെ സംബന്ധിച്ച് എന്ത് ചോദ്യം ചോദിച്ചാലും എനിക്ക് അതിന്റെ ആൻസർ ഉണ്ട്. നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിക്കടിപ്പില്ലേ? അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ രേണു ആദ്യം പറഞ്ഞത് ഞാൻ എല്ലാവരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ബോധിപ്പിക്കുമല്ലോ ചെയ്യുന്നത്. ഇയാള് കിടന്ന് ഉരുളണ്ട. ആളുകള് രേണുവിനെ മനസ്സിലാക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടോ? സമൂഹത്തെ ഒരുമിച്ച് പറയുന്നില്ല, ചില ആളുകൾ നമ്മളെ മനസ്സിലാക്കുന്നില്ല. പ്രത്യേകിച്ച് പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ തന്നെ നെഗറ്റീവ് ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാടിൽ പറഞ്ഞാല് അവർക്ക് ഒന്നും ആകാൻ പറ്റുന്നില്ല. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഇവന്റെ ബലഹീനത മനസ്സിലാക്കില്ലല്ലോ. ആ ഒരു ഇതുകൊണ്ടായിരിക്കും അവരിങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ ഓർക്കുന്നത്. ഒരൊറ്റ കീറും എണീച്ച് പോടോ.